ഇരിങ്ങാലക്കുട നഗരസഭയിൽ LDF അധികാരത്തിലെത്തുമെന്ന് DYFI ജില്ലാ പ്രസിഡന്റും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ RL ശ്രീലാൽ. നഗരസഭയിലെ 7ാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR വിജയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ എന്നിവരും RL ശ്രീലാലിനൊപ്പം ഉണ്ടായിരുന്നു. ഇത്തവണ ഇരിങ്ങാലക്കുട നഗരസഭയിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി ഈ നഗരത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നഗരസഭ ഭരണാധികാരികൾ ഈ നഗരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഈ നഗരത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ചോദിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അടുത്ത ദിവസം തന്നെ പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ്. ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്താണ് ഈ നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് അതിനകത്ത് അവതരിപ്പിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ നഗരത്തിലെ നിരവധി പ്രശ്നങ്ങൾക്ക്, അത് ഓരോന്നോരോന്ന് എടുത്തു പറയുന്നില്ല, നിരവധിയായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതെല്ലാം വളരെ കൃത്യമായി പരിഹരിച്ചുകൊണ്ട് വളരെ വലിയ ഒരു വികസനം ഈ നഗരത്തിനകത്ത് കാഴ്ചവെക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രകടന പത്രികയാണ് അടുത്ത ദിവസം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി